ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോ ഇതുപോലെ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇത് രണ്ടാമത്തെ ഒരു വീഡിയോ ആണ്, കുറെ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതിൽ രണ്ടാമത്തെ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഒരു ദൈവത്തിന്റെ വിശുദ്ധ ദിവസമായ 7-ാം ദിനമായ ശബത്ത് അനുസരിക്കണമെന്ന് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനു നാം അനുസരിക്കണം എന്നുള്ളൊരു വാദം ചില പാസ്റ്റർമാരിൽ നിന്ന് കേൾക്കാനിടയായതുകൊണ്ട്, പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാരിൽ നിന്ന് കേൾക്കാനിടയായതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനൊരു ഉത്തരം നൽകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പഠനത്തിലൂടെ അതെല്ലാവർക്കും വ്യക്തമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം അതിനായിട്ട് അടിയനെ സഹായിക്കുന്നു, വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോയുടെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, തിരുസന്നിധിയിലിരുന്ന പിതാവേ, ഈ ഒരു പ്രത്യേക ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് അങ്ങയുടെ വചനത്തിൽ നിന്നും അടിയങ്ങൾ പഠിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളോടും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയായി ഗ്രഹിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ പുതിയ നിയമത്തിൽ 7-ാം ദിന ശബത്തിനെ അനുസരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനു നാം അതനുസരിക്കണം എന്നുള്ളൊരു ആർഗ്യുമെന്റ് ചില പാസ്റ്റർമാരിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ അത് എന്താണെന്നൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് യേശു പറഞ്ഞിട്ടില്ലയോ, പറയാതിരുന്ന എന്തുകൊണ്ടാണ് എന്നെല്ലാം നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതിനായിട്ട് ആദ്യം നമുക്ക് അറിയേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് വരാനുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ഒരു പള്ളി പ്രമാണി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവനിൽ കടക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ യേശുനാഥൻ കൊടുക്കുന്ന ഒരു മറുപടിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകാനായിട്ടുള്ള കാരണം. അപ്പൊ നമുക്കതൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. ഇത് യേശുനാഥൻ പറഞ്ഞ വാക്യങ്ങളാണ്. ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. നമ്മൾ നിത്യജീവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പൊ കൽപ്പനകളൊന്നും അനുസരിക്കേണ്ട, അതിന്റെ ആവശ്യമില്ല, ന്യായപ്രമാണം മാറി എന്ന് പറയുന്നത് തന്നെ എത്ര കളവാണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അനുസരിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ കൽപ്പനകൾ നോക്കുമ്പോൾ, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, 6 പറഞ്ഞിട്ടുള്ളൂ. ദൈവം കൽപ്പനകളായിട്ട് എന്റെ പഴയ സഭയ്ക്ക് കൊടുത്ത കൽപ്പനകൾ 10 ഉണ്ടായിരുന്നു. അതിൽ 4 കാര്യം ഇവിടെ പറയുന്നില്ല. അതിലൊന്നാണ് ശബത്ത്. ബാക്കി 6 പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശബത്ത് അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന് ശബത്ത് അനുസരിക്കുന്നു എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ചോദ്യം വരാം. പക്ഷെ അവിടെ വേറെ 3 കൂടി പറഞ്ഞിട്ടില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം നമുക്ക് വേറെ ദൈവങ്ങളെ ആരാധിക്കാമെന്നാണോ? അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കരുത്, അതിന് യാതൊന്നിന്റെയും പ്രതിമ നിങ്ങൾ അരുത്, അതിനെ നമസ്കരിക്കുക, ഒന്നും ചെയ്തതെന്ന് 2-ാമത്തെ കൽപ്പന പറയുന്നു. അപ്പോ അത് പക്ഷെ ഇവിടെ എടുത്തു പറയുന്നില്ല. യേശുനാഥൻ അത് എടുത്തു പറയുന്നില്ല. അപ്പൊ നമുക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാമെന്നാണോ? അതോ വിഗ്രഹങ്ങൾ പോട്ടെ, എന്തിനെയെങ്കിലും ദൈവത്തിന് ഉപരിയായിട്ട് നമ്മൾക്ക് സ്നേഹിക്കാമെന്നാണോ, ആരാധിക്കാമെന്നാണോ അതിൽ നിന്ന് അർത്ഥമാകുന്നു. അതുപോലെ യഹോവയുടെ നാമം വൃഥ എടുക്കരുതെന്ന് പറയുന്ന 3-ാമത്തെ കൽപ്പന, അതും ഇവിടെ യേശു പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് യേശുവിന്റെ നാമം അല്ലെ ദൈവത്തിന്റെ നാമം വൃഥ എടുക്കാമെന്നാണോ? ശബദം അനുസരിക്കുന്ന കാര്യം ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ശബദിന് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ബാക്കി 3 പിന്നെ നമുക്ക്
അനുസരിക്കണം എന്നില്ലല്ലോ. പക്ഷെ ഈ 4 കൽപ്പനകളാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം കാണിക്കുന്നതാണ് ഈ 4 കൽപ്പനകൾ. അതിനെക്കുറിച്ച് ഒന്നും യേശു ഇവിടെ പറയുന്നില്ല. ബാക്കി 6 കൽപ്പനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ്, എന്തുകൊണ്ടാണെന്ന് നമുക്കതൊന്ന് നോക്കാം. അതിന് ആ സമയത്തുള്ള അല്ലെങ്കിൽ പുതിയ നിയമകാലത്തുള്ള യഹൂദന്മാരുടെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് പൗലോസ് അപ്പോസ്തലൻ, യഹൂദനായിരുന്ന പരീശനായിരുന്ന പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അത് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത് നമ്മള്. റോമർ 2:21 തുടങ്ങി. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? അപ്പോ ഇതെല്ലാം പറയുന്നത് ആരെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. യഹൂദന്മാര് കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറയുമെങ്കിലും ഇതെല്ലാം അവര് ലംഘിക്കുന്ന ആൾക്കാരായിരുന്നു. എല്ലാ മനുഷ്യരോടുള്ള കൽപ്പനകളെല്ലാം തന്നെ ലംഘിക്കുന്നവര് തന്നെയായിരുന്നു അവരെല്ലാവരും. എക്സാമ്പിൾ നോക്കുമ്പോഴും സക്കായിയും മറ്റുള്ളവരെ പിടിച്ചു പറിച്ച് നികുതി എടുക്കുന്നതിനൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. അന്യായമായിട്ട് ഞാൻ പലതും എടുത്തിട്ടുണ്ടെന്നാണ് മാനസാന്തരം വന്ന് ഇപ്പൊ സക്കായി പറയുന്നത്. അപ്പൊ സക്കായി അബ്രഹാമിന്റെ മകനാണെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പൊ സക്കായും ഇതുപോലെയുള്ള എല്ലാ തെറ്റുകളും, എല്ലാ യഹൂദന്മാരും ആ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിയാൻ വന്നവരിൽ കൂടുതൽ പേരും യഹൂദന്മാരായിരുന്നു. അവരെല്ലാവരും ഈ കൽപ്പനകളെല്ലാം ലംഘിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ ഒരു യഹൂദനും ഈ ആദ്യത്തെ 4 കൽപ്പനകളും ലംഘിക്കുന്നവരല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. അതാണ് ഒരു കാരണം യേശു അത് പറയാതിരുന്നത്. നിങ്ങൾ എന്തിനാണിത് ശബത്ത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറയാതിരുന്നതിന്റെ കാരണം അതാണ്. അവിടെ ശബത്തല്ലാതെ വേറൊരു ദിവസം 7-ാം ദിനം ശബത്തിനെയാണ് ദൈവത്തിന്റെ മക്കളായിരിക്കുന്നവരെല്ലാവരും അംഗീകരിച്ചിരുന്നതും അനുസരിച്ചിരുന്നതും. ജാതികൾ വേറെ ഉത്സവ ദിവസങ്ങൾ അവർക്കുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അന്നത്തെ റോമൻ സാമ്രാജ്യത്തിലെ മിത്രായിസം എന്ന് പറയുന്ന മതം, സൂര്യ നമസ്കാരം ചെയ്യുന്ന മതം, അവർക്ക് സൂര്യന്റെ ദിവസമായ സൺഡേ വിശുദ്ധമായിട്ട്, എല്ലാ സൺഡേയിലും ഇല്ലെങ്കിലും അവരുടെ ഒരു പ്രത്യേക ദിവസമായിരുന്നു സൺഡേ. സൂര്യനെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോ അത് അവരങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ സത്യദൈവത്തെ അറിഞ്ഞിട്ടുള്ളവരെല്ലാവരും അനുസരിക്കുന്ന ദിവസം, വിശുദ്ധമായിട്ട് ആചരിക്കുന്ന ദിവസം 7-ാം ദിനം ശബത്തായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് യേശുവിന് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ വേറൊരു സ്ഥലത്ത് യേശു മെൻഷൻ ചെയ്യുന്നുണ്ട്. മൂന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ യേശു ക്രിസ്തു ശബത്തിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് കാണാം. ഇപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തില് എങ്ങനെയാണ് നിങ്ങൾ ശബത്ത് അനുസരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യം. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ചു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദും തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്നുവാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നുവെന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. അവൻ അവിടെ വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരേണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിനെ ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തിനൊരു ആട് ഉണ്ട് എന്നിരിക്കട്ടെ. അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെയെന്നു. അപ്പൊ യേശു അവിടെ എന്താണ് ശബത്ത്, നിങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ആ ഒരു ജീവനെ രക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം. അവര് വിശന്നിട്ടാണ് അതെടുത്ത് കതിര് പറിച്ചു തിന്നത്. ആ വിശപ്പ് മാറ്റുക, അത് അവരുടെ ജീവന്റെ രക്ഷാമാർഗമാണ്.
അതേപോലെ ഒരാടോ കഴുതയോ വീണാല് നിങ്ങൾ എടുക്കയില്ല. അപ്പൊ നമ്മൾ ഒരു ജീവനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുന്നത് ശബത്തിൽ ഒരു കുറ്റമല്ല എന്നാണ് യേശു അവത്തിലൂടെ അവരോട് പറഞ്ഞു കൊടുത്തത്. അപ്പോ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം, എന്തിനാണ് യേശു എങ്ങനെയാണ് ശബദം അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന്, ശബദം നിങ്ങൾ അനുസരിക്കണം എന്ന് പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്നും നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിൽ അതിനുള്ള തെളിവുകളുണ്ട്. കാരണം മലാഖി പ്രവാചകന്റെ കാലം കഴിഞ്ഞ് സ്നാപക യോഹന്നാന്റെ കാലം വരെയുള്ള ഏകദേശം 400 വർഷം, 400-ൽ പരം വർഷങ്ങൾ സൈലന്റ് ഇയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയും. 2 ടെസ്റ്റമെന്റിന്റെ ഇടയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ അതിന് സൈലന്റ് ഇയേഴ്സ്. അന്ന് പ്രത്യേക പ്രവചനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു വർഷങ്ങളായിരുന്നു. പക്ഷെ ആ സമയത്ത് യഹൂദന്മാർ ചെയ്തത്, ഈ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലം കഴിഞ്ഞ് ഗ്രീക്ക് സാമ്രാജ്യം ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ യഹൂദന്മാര് എല്ലാവരും ഇരുന്നു, പ്രത്യേകിച്ച് അവരുടെ പരീശന്മാര്, ശാസ്ത്രികള്, പുരോഹിതന്മാരെല്ലാം ദൈവത്തിന്റെ തിരുവചനത്തെ കുറിച്ച് കൂടുതൽ അവർ പഠിക്കാൻ തുടങ്ങി. കാരണം അവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ വന്നത്, മറ്റു രാജ്യങ്ങളുടെയൊക്കെ അടിമകളായിട്ട് അവർ ഇരിക്കേണ്ടി വന്നത്, മറ്റു രാജാക്കന്മാർ അവരെ തോൽപ്പിച്ച് അവരുടെ ദേശം അവർക്ക് ഇല്ലാതെ അവരുടെ രാജ്യത്വം നഷ്ടപ്പെട്ടു, അവരുടെ രാജാക്കന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയെല്ലാം ചെയ്തു. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് അറിയാനായിട്ട് അവര് ശ്രമിച്ചു. തിരുവചനങ്ങളെ കുറിച്ച് അവർ കൂടുതൽ പഠിക്കുകയായിരുന്നു. അതിൽ ഒന്ന് അവർ പഠിച്ചത് യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അപ്പൊ ഇതെല്ലാം അവർ പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായി അവരുടെ മെഷിഹ എന്ന് പറയുന്നത് ഒരു രാജാവായിട്ട് വരും. കാരണം ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് അതിന്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാതെ ഇതാണ് വരാൻ പോകുന്ന മെഷിഹ, നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കി നമുക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം ഉണ്ടാക്കുന്ന ആളാണെന്നുള്ള പ്രതീക്ഷയിൽ അവര് ഇരുന്നത്. ഈ വചനത്തെ അതിനോടനുബന്ധിച്ചുള്ള മറ്റു ഏതൊക്കെയോ വചനങ്ങൾ അവർ പഠിച്ചിരുന്നു. അതേപോലെ അവർ പഠിച്ച വേറൊരു വേദഭാഗമാണ് യെരമ്യാ പ്രവചനം. യെരമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 17-19 മുതൽ യെരമ്യാ പ്രവാചകന്റെ കാലഘട്ടം നമുക്കറിയാം. BC 600-കളിലായിരുന്നു. 650 തുടങ്ങിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചന സമയം. നെബൂഖദ്നേസർ യെരുശലേം ആക്രമിക്കുന്ന സമയം 605 BC-യിലാണ്. അപ്പോഴെല്ലാം ദൈവജനത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ വചനങ്ങളും ദൈവത്തിൽ നിന്ന് ദൈവം കൊടുത്തത് യെരമ്യാ പ്രവാചകനിലൂടെയാണ്. അപ്പോ അവർക്ക് പ്രവാസത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും എന്ന് പ്രവാചകൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. നിങ്ങൾ ആരും നെബൂഖദ്നേസർ രാജാവിനോട് എതിർത്ത് നിൽക്കരുത്, നിങ്ങൾ പോകണം. പോയിട്ട് 70 ആണ്ട് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ ദേശത്ത് കൊണ്ടുവരും എന്നെല്ലാം യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം പറയുന്നതിന് മുമ്പായിട്ട് ദൈവം വേറൊരു പ്രവചനം യെരമ്യായ്ക്ക് കൊടുത്തതാണ് നമ്മൾ 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്. 17-19 തുടങ്ങി ഇങ്ങനെ വായിക്കുന്നു. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ ചെന്ന് യഹൂദ രാജാക്കന്മാർ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്ന ജനത്തിന്റെ വാതിൽക്കലും യെരുശലേമിന്റെ എല്ലാ വാതിൽക്കലും നിന്നുകൊണ്ട് അവരോട് പറയുക, ഈ വാതിലുകളിൽ കൂടി അകത്ത് കടക്കുന്ന യഹൂദ രാജാക്കന്മാരും എല്ലാ യഹൂദന്മാരും യെരുശലേമിലെ സർവ്വനിവാസികളുമായുള്ള ഒരു യഹോവയുടെ അരുളപ്പാട് കേൾക്കുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സൂക്ഷിച്ചു കൊള്ളുവിൻ, ശബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് യെരുശലേമിന്റെ വാതിലുകൾ കൂടി അകത്ത് കൊണ്ടുവരരുത്. ശബത്ത് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബത്ത് നാൾ വിശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ. എന്നാൽ അവർ കേട്ടില്ല, ചെവി ചായ്ച്ചതുമില്ല, കേട്ടനുസരിക്കുകയോ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു. നിങ്ങളോ ശബത്ത് നാളിൽ ഈ നഗരത്തിന്റെ വാതിലുകൾ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എന്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്ത് കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും
അവരുടെ പ്രഭുക്കന്മാരായ യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളും ഈ നഗരത്തിന്റെ വാതിലുകൾ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത അരുളപ്പാട്, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റു ഒരു രാജ്യക്കാർ വന്ന് നിങ്ങളെ കീഴടക്കി നിങ്ങളെ അടിമകളായിട്ടൊക്കെ കൊണ്ടുപോകുന്നതിന്റെ കാരണം നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ കൽപ്പനകളെ അനുസരിച്ചില്ല, പ്രത്യേകിച്ച് എന്റെ ശബതുകളെ അവർ വിശുദ്ധീകരിച്ചില്ല. അതുകൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും അടിമകളായി പോകേണ്ടി വന്നത്. പക്ഷെ നിങ്ങള് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പോകേണ്ടി വരത്തില്ല. നിങ്ങളുടെ രാജ്യം എന്നും നിലനിൽക്കും. നിങ്ങൾക്ക് ഇവിടെ രാജാക്കന്മാർ ഭരിക്കും. നിങ്ങൾ ഇവിടെ രാജാക്കന്മാരുടെ കൂടെ നിങ്ങളുടെ സ്വതന്ത്ര രാജ്യമായിട്ട് ഇവിടെ ഭരിക്കും എന്നാണ് യിരെമ്യാ അരുളി ചെയ്തത്. പക്ഷെ അവരത് കേട്ടില്ല. അതുകൊണ്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഈ പ്രവചനം അവർ ഈ സൈലന്റ് ഇയേഴ്സില് അല്ലെങ്കിൽ ഇന്റർ ടെസ്റ്റമെന്റൽ പീരിയഡില് അവരത് ശരിക്കും പഠിച്ചു. പിന്നെ വേറൊരു ഭാഗം അവർ പഠിച്ചത് സെയിം തിങ് പറഞ്ഞിരിക്കുന്ന വേറൊരു ഭാഗമാണ് നെഹെമ്യായുടെ പുസ്തകം. നെഹെമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നെഹെമ്യാ 13:15. ഇപ്പൊ നമ്മൾ വായിച്ച യിരെമ്യാവ് എന്ന് പറയുന്ന ഭാഗം അവര് നെബൂഖദ്നേസർ വന്ന് കീഴടക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അവർ പ്രവാസത്തിലേക്ക് പോയിട്ട് 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് യെരൂശലേം ദേവാലയം പുതുക്കി പണിത് എല്ലാം അവരവിടെ രാജ്യമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ, സ്വതന്ത്ര രാജ്യമല്ല, ബാബിലോണിന്റെ കീഴിൽ അല്ല, പേർഷ്യൻസിന്റെ കീഴില് അവര് ഭരിക്കാൻ തുടങ്ങി. അവര് സ്വന്തമായിട്ട് രാജ്യമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നെഹെമ്യാ പറയുന്നതാണ് അവരുടെ അടുത്ത്, ആ കാലത്ത് യഹൂദയിൽ ചിലർ ശബ്ബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബ്ബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴ, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സോര്യരും അവിടെ പാർത്തു മത്സ്യവും പലചരക്കും കൊണ്ടുവന്ന് ശബ്ബത്തിൽ യഹൂദ്യർക്കും യെരൂശലേമിലും വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു, നിങ്ങൾ ശബ്ബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാൽ അല്ലയോ നമ്മുടെ ദേശത്തിന്മേലും നമ്മുടെ ദൈവം നമ്മുടെ മേൽ ഈ നഗരത്തിന്മേൽ ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ശബ്ബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബ്ബത്തിന് മുമ്പ് യെരൂശലേം വാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടയ്ക്കുവാനും ശബ്ബത്ത് കഴിയും വരെ അവ തുറക്കാതിരിക്കാനും ഞാൻ കൽപ്പിച്ചു. ശബ്ബത്ത് നാളിൽ ഒരു ചുമടും അകത്ത് കടക്കാതിരിക്കേണ്ടതിനും വാതിലുകൾക്കരികെ എന്റെ ആളുകളിൽ ചിലരെ നിർത്തി. അപ്പൊ ഇത് നെഹെമ്യാ ചെയ്ത ഒരു റെഫോർമേഷൻ ആയിരുന്നു അവരുടെ ദേശത്ത്. ശബ്ബത്തിനെ ലംഘിക്കുന്ന പ്രവാസത്തിലേക്ക് പോയതിന്റെ കാരണം അതാണെന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിട്ടും പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവർ വീണ്ടും ശബ്ബത്തിനെ ലംഘിക്കുകയാണ് ചെയ്തത്. അപ്പോഴും നെഹെമ്യായിലൂടെയും ദൈവം ഈ മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തു. ഈ ഭാഗങ്ങളൊക്കെ അവർ പഠിച്ചു ഈ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡില്. അപ്പോഴാണ് അവരെന്ത് ചെയ്തത്, ഈ ശബ്ബത്ത് എത്രയും കഠിനമാക്കി അനുസരിക്കാമോ അതുപോലെയുള്ള കൽപ്പനകൾ അവർ എഴുതി ഉണ്ടാക്കി. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാവരും കൂടെ ഇരുന്ന് എഴുതി ഉണ്ടാക്കി പല കൽപ്പനകൾ. അതിലൊന്നാണ് യേശുവിന്റെ ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടി പോയപ്പോൾ കതിർ പറിച്ചു നിന്ന് വിശന്നപ്പോൾ. അപ്പൊ കതിർ പറിക്കുക എന്ന് പറയുമ്പോൾ അവരത് എഴുതിയിരിക്കുന്ന കൊയ്ത്തിന് തുല്യമാണ് കതിർ പറിക്കുക. അത് ഇങ്ങനെ അതിന്റെ തൊലിയെല്ലാം കളയുന്നത് മെതിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളിലും വളരെ കഠിനമായ കൽപ്പനകൾ എഴുതിയുണ്ടായി. ഇതുപോലും നമ്മൾ ചെയ്യാൻ പാടില്ല ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ ഇനിയും അവര് വേറെ ആരുടെയും അടിമകളായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പൊ യേശുക്രിസ്തു വരുന്ന സമയത്ത് അവരെ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യമായിരുന്നു. അപ്പൊ എപ്പോഴും അവർ മറ്റ് രാജാക്കന്മാരുടെ അടിമകളായി പോയി. അതിന്റെ കാരണം അവരുടെ ഈ അനുസരണക്കേടാണ്. അപ്പോ അതുകൊണ്ട് ഈ കൽപ്പനകൾ കുറെ മാനുഷിക കൽപ്പനകൾ അവരെഴുതിയുണ്ടാക്കി. ശബ്ദത്തിനെ എത്രയും കഠിനമാക്കാമോ അത്രയും കഠിനമാകുന്ന തരത്തിലുള്ള കൽപ്പനകൾ അവരെഴുതിയുണ്ടാക്കി. എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ശബ്ദത്തിനെ അനുസരിക്കണം, അങ്ങനെ അനുസരിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ പ്രീതി കിട്ടും എന്നുള്ള ചിന്തയിലാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോ ആ സമയത്ത് യേശുക്രിസ്തു വരുന്ന സമയത്ത് ഒരാൾ പോലും ശബ്ദത്ത് ലംഘിക്കുന്നില്ല.
കാരണം അവരിതെല്ലാം പഠിച്ച് പുതിയ കൽപ്പനകൾ എഴുതിയുണ്ടായി. അതിനെയാണ് യേശുക്രിസ്തു ചോദ്യം ചെയ്തത്. വിശക്കുമ്പോൾ തിന്നുന്ന ദാവീദ് പോലും ദൈവാലയത്തിൽ പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അവകാശമുള്ളത് അപ്പോൾ എടുത്ത് കഴിച്ചില്ലേ? ഒരുവന്റെ ജീവൻ രക്ഷിക്കുന്നത് ഒരു കുഴപ്പവും ഉള്ള കാര്യമല്ല, ശബത്തിൽ അത് ചെയ്യുന്നത് പ്രശ്നമില്ല എന്ന് യേശു അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. യേശു ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരല്ല, പക്ഷെ മാനുഷിക കൽപ്പനകളെയാണ് യേശു എപ്പോഴും എതിർത്തുന്നത്. ഇവരെഴുതി ഉണ്ടാക്കിയ കൽപ്പനകൾ, നിസ്സാര കാര്യങ്ങളൊക്കെ എന്താണ്, തുളസി, ജീരകം, ചതകുപ്പ്, അതിനെല്ലാത്തിലും നിങ്ങൾ ദശാംശം കൊടുക്കുകയും ന്യായപ്രമാണത്തിലെ ഘനമേറിയ ദയ, കാരുണ്യം, അനുകമ്പ ഇതൊക്കെ അവർ വിട്ടുകളയുകയും ചെയ്യുന്നു. ഇതാണ് അവരിലെല്ലാം കണ്ട കുറ്റങ്ങൾ. ഇപ്പൊ യേശുക്രിസ്തു ഒരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മാറ്റുവാനോ നീക്കുവാനോ അല്ല വന്നത്. അത് യേശു പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല, ഞാൻ നിവർത്തിക്കാനാണ് വന്നത്. അതെങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന്, എന്നെ കുറിച്ച് പ്രവചനങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിവർത്തിയാക്കുവാനായിട്ടാണ് ഞാൻ വന്നത് എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം അതാണ്. യേശു എന്തുകൊണ്ടാണ് യഹൂദന്മാരോട് അല്ലെങ്കിൽ അന്നത്തെ പുതിയ നിയമത്തില് ആരോടും അത് അനുസരിക്കണം എന്ന് പറയാത്തത് അതുകൊണ്ടാണ്. കാരണം അവിടെ വേറൊരു ദിവസവും ദൈവമക്കൾക്കില്ലായിരുന്നു. പഴയ നിയമത്തിലായാലും അന്നുള്ള പുതിയ നിയമത്തിൽ വന്ന ക്രിസ്ത്യാനികൾക്കും വേറെ ദിവസങ്ങളില്ലായിരുന്നു. വിശുദ്ധ ദിവസമായിട്ട് അന്ന് ഏദൻ തോട്ടത്തിൽ ദൈവം വിശുദ്ധീകരിച്ച ദിവസം മാത്രമാണ് ഇന്നും അന്നും ഉള്ളത്, വിശുദ്ധ ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം അത്, യേശുക്രിസ്തു അത് പിന്നീട് അത് എടുത്ത് പറയാതിരുന്നതിന്റെ കാരണം. എല്ലാവരും ആ ദിവസം തന്നെയാണ് അനുസരിച്ചിരുന്നത്. പ്രത്യേകിച്ച് യഹൂദന്മാര് അതിനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അനുസരിച്ചിരുന്നു. എല്ലാ ക്രിസ്ത്യാനികളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം വേറൊരു വിശുദ്ധ ദിവസം അവിടെ ഇല്ലായിരുന്നു, ദൈവം കൊടുത്തിട്ടുമില്ലായിരുന്നു വിശുദ്ധ ദിവസമായിട്ട്. അതുകൊണ്ട് അതിനെയാണ് ആചരിച്ചിരുന്നത്. അതാണ് യേശു ശബത്തിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം. അതാണ് ശബത്ത് എങ്ങനെ അനുസരിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ശബത്തിനെ എങ്ങനെ അനുസരിക്കണം എന്ന് അവിടെ യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ വേറെ ചില പക്ഷെ ഈ സൗഖ്യമാക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്ന വേറെയും ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം യേശു ക്രിസ്തു ശബത്തിൽ തന്നെ രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ അത് എന്താണ്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ശബത്തിനെ ലംഘിക്കാനല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ശബത്തിലായിരിക്കും അവിടെ കൂടുതൽ പേരും ദൈവാലയത്തിൽ കൂടി വരുന്നത്. അപ്പൊ അവർക്കെല്ലാവർക്കും കാഴ്ചയായിട്ട് ഇത് നന്മ ചെയ്യുകയാണ്, അത് ഒരിക്കലും ശബത്ത് ലംഘനമല്ല എന്ന് യേശുക്രിസ്തു കാണിച്ചു കൊടുക്കാനായിട്ട് തന്നെയാണ് ശബത്തിലും ഇതുപോലെയുള്ള സൗഖ്യ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവര് ആരോപിച്ചു, അവൻ ശബത്ത് ലംഘിച്ചു എന്ന് ആരോപിക്കുകയാണ് ചെയ്തത്. ശബത്ത് ഒരിക്കലും യേശുക്രിസ്തു ലംഘിച്ചിട്ടില്ല. ഇനി വേറൊരു സന്ദർഭത്തിൽ യേശു ശബത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വായിക്കും. അവിടെ യേശു ശബത്തിൽ എന്താണ് ചെയ്തത്? ലൂക്കോസ് 4:16, അവൻ വളർന്ന നസ്രത്തിൽ വന്നു ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു നിന്നു. അവൻ വളർന്ന നസ്രത്തിൽ വന്നു ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു നിന്നു. അപ്പൊ ഈ വാക്യത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത്, അവൻ നസ്രത്തിലാണ് വളർന്നത്, അവിടെ പതിവ് പോലെ ശബത്തിൽ. അപ്പൊ യേശുവിന്റെ ശീലം അതായിരുന്നു, ശബത്തില് പള്ളിയിൽ പോവുക, അവിടെ ദൈവത്തിന്റെ തിരുവചനം വായിക്കുക, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയായിരുന്നു യേശുവിന്റെ ശീലം. അത് പതിവ് പോലെ അവൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരല്ലാത്ത പലരും ചിന്തിക്കും, ഇത് യേശു യഹൂദനായത് കൊണ്ടാണല്ലോ ശബത്ത് അനുസരിച്ച്, ഇത് യഹൂദന്മാർക്കുള്ളതാണ്, ക്രിസ്ത്യാനികൾക്കുള്ളതല്ല എന്ന് പറയാനായിട്ട് ആർഗ്യൂ ചെയ്യാനായിട്ട് ഇടയുണ്ട്. അപ്പോ ഇത് യേശു യഹൂദന്മാർക്ക് വേണ്ടിയാണ് ഇത് കൊടുത്തതെങ്കിലും, അല്ലെങ്കിൽ യേശു യഹൂദനായതുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ആരാണ് എന്ന് നമുക്ക് നോക്കാം. അത് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു. റോമർ 2
നേരത്തെ നമ്മൾ വായിച്ചതിന്റെ ബാക്കി ഭാഗം. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്തവൻ. യഹൂദന്മാരെല്ലാവരും പരിച്ഛേദനയേൽക്കും. അപ്പൊ യഹൂദനല്ലാത്തവൻ ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? അപ്പൊ എന്ന് വെച്ചാൽ അവനെ യഹൂദനായി കണക്കാക്കും ആ ന്യായപ്രമാണം എല്ലാം അനുസരിക്കുകയാണെങ്കിൽ. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണം ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ? അവൻ സ്വഭാവം കൊണ്ട് അവൻ ദൈവം പറഞ്ഞ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നെങ്കിൽ നീ കൽപ്പനയുടെ കാര്യം പറഞ്ഞിട്ട് നീ അത് അനുസരിക്കാതിരുന്ന് നിന്നെ വിധിക്കുകയില്ലയോ എന്നാണ് യഹൂദന്മാരെ വിമർശിച്ചുകൊണ്ട് യേശു പറയുന്നത്, അല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമില്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അപ്പൊ നമ്മളെല്ലാരും അകമേ യഹൂദനായവനാണോ എന്ന് നോക്കണം. അതോ നമ്മള് അഗ്രചർമ്മിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണോ, അതോ വിജാതീയനായിട്ട് നിൽക്കുകയാണോ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിട്ടുണ്ട്. ക്രിസ്തുവിനുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും അബ്രഹാമിന്റെ സന്തതികളാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദനാണ് നിങ്ങൾ. അപ്പോൾ യേശു പള്ളിയിൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും യഹൂദനാണ്. യഹൂദൻ എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. റോമരുടെ ലേഖനം 3 ഇങ്ങനെ വായിക്കുന്നു, നമ്മള് 3 സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ യഹൂദൻ എന്ത് വിശേഷത അല്ല, പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചതിന്. ദൈവം തനിക്ക് ലോകത്തോട് പറയാനുള്ളതെല്ലാം ആദ്യമായി കൊടുത്തത് യഹൂദന്മാർക്കാണ്. അവരിൽ പക്ഷെ അവർ നിലനിന്നില്ല. ദൈവം ആഗ്രഹിച്ച അവർ ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജനമായിട്ട് എല്ലാവർക്കും മാതൃകയായിട്ട് രക്ഷയെ അറിയിക്കാനായിട്ടുള്ളവരായിട്ടാണ് ദൈവം അവരെ വിളിച്ചത്. പക്ഷെ അവരത് നിലനിന്നില്ല. അവരെപ്പോഴും ദൈവത്തോട് മത്സരിക്കുന്നവരായിരുന്നു. അവരുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലെ അവരുടെ ആ ഒരു സ്ഥാനം, ഒരു ശ്രേഷ്ഠ ജാതി എന്നുള്ളതിൽ അവർ അഹങ്കരിച്ചിരുന്നു. അങ്ങനെ അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോയി, ദൈവത്തെ ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ മിശിഹ എന്ന് പറയുന്ന രക്ഷകനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകളൊക്കെ വളരെ വലിയതായിരുന്നു. അതൊന്നും അല്ല എന്നറിഞ്ഞപ്പോൾ അവര് ആ മിശിഹയെ അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതാണ് അവരിൽ വന്ന കുഴപ്പം. അതേ ഡ്യൂട്ടി തന്നെ ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ യേശുവിന്റെ ആത്മാവിനാൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ എത്രയധികം അവന്റെ ആത്മാവിനാൽ നമ്മൾ ജീവിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എത്രയധികം ഈ ന്യായപ്രമാണത്തെ പ്രാപിക്കണം. കാരണം ദൈവം പറഞ്ഞ പുതിയ ഉടമ്പടിയിൽ, പുതിയ നിയമത്തിൽ ഞാൻ എന്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി അവരെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാണ്. ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ജനമായിട്ട് മാറുന്നത്. അതാണ് ദൈവം എന്നും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ക്രിസ്തുവിനോട് ചേരാൻ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ മഗ്ദലക്കാരി മറിയയോട് പറഞ്ഞു, നീ പോയി എന്റെ സഹോദരന്മാരോട് പറയണം, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കിലേക്ക് ഞാൻ പോകും. അപ്പൊ യേശുവിന്റെ അപ്പൻ എന്ന് പറയുന്നത് എന്റെ അപ്പനാണ്, ശിഷ്യന്മാരുടെ അപ്പനും അത് തന്നെ, എന്റെ ദൈവവും അത് തന്നെ, യേശുവിന്റെ ദൈവം തന്നെ എന്റെ ദൈവം. അപ്പൊ യേശു യോഹന്നാൻ 15:10 പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ അപ്പൻ
യേശുവിന്റെ അപ്പൻ എന്റെ അപ്പൻ തന്നെയാണ്. യേശു അനുസരിച്ച കൽപ്പനകളൊക്കെ തന്നെ ഞാനും അനുസരിച്ച് ജീവിക്കുകയാണ്. യേശുവിന് ഒന്നും എതിർപ്പില്ലായിരുന്നു. പിതാവിന്റെ കൽപ്പനകൾക്ക് എതിരായിട്ടൊന്നും യേശുവിൽ ഇല്ലായിരുന്നു. പക്ഷെ യേശുവിന്റെ കൽപ്പന ഇതൊന്നുമല്ല എന്ന് ചിലർ പറയാം. യേശു പറഞ്ഞിരിക്കും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഇതാണ് യേശുവിന്റെ കൽപ്പന എന്നാണ് എല്ലാവരും പറയുന്നത്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നാണ് യേശു തന്ന കൽപ്പന. അല്ലാതെ 10 കൽപ്പനകൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് പലരും പറയുന്നുണ്ടാവും. പക്ഷെ യേശു പറഞ്ഞ ഈ കൽപ്പന എല്ലാം പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്. നമുക്ക് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കാം. 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ആവർത്തനത്തില് അതിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഇസ്രായേലേ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 5-ാമത്തെ വാക്യം: നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ ഇത് പഴയ നിയമത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള കൽപ്പനയാണ്. യേശു അത് തന്നെ പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നു. പിന്നെ ലേവ്യ പുസ്തകം 19:18 നമ്മളിങ്ങനെ വായിക്കുന്നു: നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. അപ്പൊ ഇത് യേശു കൊണ്ടുവന്ന പുതിയ കൽപ്പനയല്ല, ഇത് പഴയതാണ്. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈവം എന്നും എന്നും ഒരാള് തന്നെയാണ്, അനന്യനാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. പഴയ നിയമത്തിൽ ക്രൂരനായ ദൈവം, പുതിയ നിയമത്തിൽ സ്നേഹമുള്ള ദൈവം എന്നല്ല. പൂർണ്ണ മനസ്സോ നിന്റെ ജനത്തിന്റെ മക്കളോട് പകവയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. ലേവ്യ പുസ്തകം 19:18. പഴയ നിയമത്തിൽ പക്ഷെ അവര് ദൈവത്തെ അനുസരിക്കാൻ ഭയപ്പാടോടെ അനുസരിക്കാനായിട്ടാണ് ദൈവം പറഞ്ഞത്, ഈ കൽപ്പനകളെ ലംഘിക്കുന്നവരെ കൊന്നുകളയണം, കല്ലെറിഞ്ഞു കൊല്ലണം, വേറെ പല മരണ ശുശ്രൂഷ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് കാരണം അത് എന്തുകൊണ്ടാണ്? യേശുവിന് അവരെ കൊല്ലാനുള്ള ഇഷ്ടം കൊണ്ടല്ല, അല്ലെ യഹോവയ്ക്ക് അവരെ കൊല്ലണം എന്നുള്ളത് കൊണ്ടല്ല, അവര് ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ലംഘിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ഭയം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പുറപ്പാട് 20:20 അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഭയം ഉണ്ടാകാൻ, ദൈവഭയം നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, കനാൻ ദേശം കീഴടക്കാൻ വന്നപ്പോ എല്ലാ രാജ്യക്കാരെ ഓരോരുത്തരായിട്ട് യഹോവ പറഞ്ഞിട്ട് ഇവരെ ഉന്മൂലനാശം ചെയ്യുന്നത് നമ്മൾ കണ്ടു. എല്ലാവരും, സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം നശിപ്പിക്കുന്നത്. ഇത് എല്ലാവരും നശിച്ചു പോയിട്ടില്ല. നമുക്ക് രാഹാബിന്റെ എക്സാമ്പിൾ അറിയാം. രാഹാബിനെ എന്തുകൊണ്ടാണ് നശിപ്പിക്കാതിരുന്നത്? രാഹാബ് അത് സ്വീകരിച്ചു. ഇതാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിന് കീഴ്പ്പെടുവാൻ മനസ്സ് കാണിച്ചു. അതേപോലെ ഗിബയോന്യർ എന്ന് പറയുന്ന ഒരു ജാതി മുഴുവനും വന്ന് ഇസ്രായേൽ മക്കളെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ആ ഗിബയോന്യർ ഇപ്പോഴും ഇസ്രായേൽ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ പ്രവാസത്തിനൊക്കെ മുമ്പായാലും പ്രവാസം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഗിബയോന്യർ എന്ന് പറഞ്ഞ പ്രത്യേക ജനം അവരുടെ കൂടെ. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്. എല്ലാവരും ദൈവത്തെ അറിഞ്ഞ്, ഈ യഹൂദന്മാരെന്ന് പറഞ്ഞ് ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന്റെ സ്നേഹം കണ്ടറിഞ്ഞ് അവരെല്ലാവരും ഇത് സത്യദൈവത്തെ അറിയണം എന്നായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. അത് അനുസരിക്കാത്തവർക്കാണ് ഇത് കുഴപ്പം വരുന്നത്. അപ്പൊ അവർക്ക് വന്ന നാശം അവരുടെ തിരഞ്ഞെടുപ്പാണ്. അവർ അത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊള്ളാം, എന്നാലും ഈ ദൈവത്തിന് ഞങ്ങൾ കീഴടങ്ങില്ല എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. ആ ദൈവം ക്രൂരനായിരുന്നു. യേശു വന്ന് ഭയങ്കര സ്നേഹമാണ് പഠിപ്പിച്ചത്. യേശു പറഞ്ഞ എല്ലാ കൽപ്പനകളും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് തന്നെ. പിന്നെ അതിനെ കുറച്ചും കൂടെ യഹൂദന്മാര് മനസ്സിലാക്കിയതിനേക്കാളും കുറച്ചും കൂടെ ആഴമേറിയതാണെന്ന് യേശു തന്റെ മലയിലെ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തു. കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകനാകുന്നു. അപ്പൊ ദൈവം എല്ലാ 10 കൽപ്പനയുടെ അടിസ്ഥാനം, ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തില് അടിസ്ഥാനമാക്കിയുള്ള കൊല്ലരുത് എന്ന് പറഞ്ഞത് പരസ്പരം നമ്മൾ വെറുക്ക പോലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ആ കൽപ്പന കൊടുത്തു. അപ്പോ യേശു എന്താണോ അനുകരിച്ചത്, നിങ്ങൾ യേശുവിനോട് ചേരാൻ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ അനുകരിക്കണം. യേശു എന്താണ് ചെയ്തത് അതുപോലെ യേശു അതിലൊരു മാറ്റവും വരുത്തത്തില്ല.
ദൈവത്തിന്റെ കൽപ്പന എന്റെ വായിൽ നിന്ന് വന്നതിന് ഞാൻ ഒരിക്കലും ലംഘിക്കയില്ലെന്ന് സങ്കീർത്തനങ്ങൾ 89:34 പറയുന്നു. എന്റെ വായിൽ നിന്ന് വന്ന ഒന്നും ദൈവം പിന്നെ ലംഘിക്കയില്ല, അത് മാറ്റുകയും ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് ശബദിനെ കുറിച്ച് ദൈവം യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മെൻഷൻ ചെയ്ത രണ്ടാമത്തെ. ആദ്യം പറഞ്ഞത് ശബദം എങ്ങനെ അനുസരിക്കണം എന്നവർക്ക് പറഞ്ഞു കൊടുത്തു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കൾ ശബദിനെ ഏറ്റവും ചെറിയ 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 കൽപ്പനകൾ എഴുതി ഉണ്ടാക്കി അതിനെ ഏറ്റവും കഠിനമാക്കിയത് കൊണ്ട് ആണ് യേശു പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ ശബദം അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. രണ്ടാമത് നമ്മൾ ശബദിനെ കുറിച്ച് യേശു മെൻഷൻ ചെയ്തതാണ്. പതിവ് പോലെ എല്ലാ ശബദിലായിരുന്നു യേശു ക്രിസ്തു പള്ളിയിൽ പോയിരുന്നത്. ഇനി മൂന്നാമത് ഒരു കാര്യം യേശുനാഥൻ പറയുന്നത് ശബദിനെ കുറിച്ച് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് പറയുന്നു. 24-ാം അധ്യായം ലോകാവസാനത്തിന്റെ അടയാളവും പിന്നെ എന്താണ് അവർ ചോദിച്ചു. ലോകാവസാനത്തിനും നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. അതുപോലെ ശിഷ്യന്മാര് യെരൂശലേം ദേവാലയത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയും. അപ്പൊ ഇതൊക്കെ എപ്പോഴും സംഭവിക്കും എന്ന് യേശു ശിഷ്യന്മാര് ചോദിച്ചപ്പോ യേശു പിന്നെ കുറെ കാര്യങ്ങൾ പറയണം എന്തൊക്കെയാണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതില് ഒന്ന് 20-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാല് യെരൂശലേമിന്റെ നാശം വരുന്നതിന് മുമ്പ് യേശു ചില ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വയലിൽ ഇരിക്കുന്നവൻ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ട് വീട്ടിൽമേലിരിക്കുന്ന വീട്ടിലുള്ളത് എടുക്കാൻ ഇറങ്ങരുത്, വയലിലുള്ളവൻ വസ്ത്രം എടുക്കാൻ മടങ്ങി പോകരുത് എന്ന് എല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്ന് വെച്ചാല് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, യെരൂശലേമിനെ ശൂന്യമാക്കുന്ന, ആ നഗരത്തെ നശിപ്പിച്ചു കളയുന്ന, അതേപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ആ ദേവാലയത്തിൽ മാറിപ്പോകുന്ന ആ ഒരു യെരൂശലേം ശൂന്യമായി പോകുന്ന ആ മ്ലേച്ഛത എന്ന് പറയുന്നത് റോമൻ സൈന്യത്തിന്റെ കടന്നുകയറ്റമാണ്. അവര് വന്ന് അവിടെ അതിന്റെ ചുറ്റും പാളയം ഇറങ്ങിയപ്പോൾ യെരൂശലേം നഗരത്തിന് വളഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് സമയം, യെരൂശലേമിന്റെ നാശത്തിനുള്ള സമയമായി എന്ന് എല്ലാ ക്രിസ്ത്യാനികൾക്കും മനസ്സിലായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളണം എന്നാണ് യേശു പറഞ്ഞിരുന്നത്, അവർക്ക് ഉപദേശം കൊടുത്തിരുന്നത്. കാരണം അവര് പാളയം ഇറങ്ങിയെങ്കിലും പിന്നീട് അവർ പിൻവാങ്ങി പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ സമയത്താണ് ക്രിസ്ത്യാനികൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ടുള്ള സമയം കിട്ടിയത്. പക്ഷെ അപ്പൊ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അപ്പോ ഇത് നടക്കുന്നത് AD 70-ലാണ് യെരൂശലേമിന്റെ നാശം സംഭവിക്കുന്നത്. ടൈറ്റസ്, റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് വന്ന് യെരൂശലേം ദേവാലയം ചുട്ടുകളയുന്നതും നഗരം മുഴുവനും ഇടിച്ചു കളയുന്നത്. അപ്പൊ അത് ആ സമയത്തും ശബദം അനുസരിക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് അന്ന് യേശുവിന്റെ വചനം കേട്ട് അനുസരിച്ച് വിശ്വസിച്ച എല്ലാ ക്രിസ്ത്യാനികളോടും, അല്ലെങ്കിൽ അന്ന് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വന്നിട്ടില്ലെങ്കിലും ദൈവത്തെ അംഗീകരിച്ച എല്ലാവരോടും യേശു പറയുന്ന നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലും, നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. കാരണം ശീതകാലത്ത് വളരെ ദുഷ്കരമായിരിക്കും അവരുടെ യാത്രയെല്ലാം. ആ നഗരം വിട്ട് ഓടിപ്പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമേറിയതായിരിക്കും. പിന്നെ ശബത്തിലാണെങ്കിൽ ശബത്തിന് ചില നിയമങ്ങളുണ്ട്. അവരുടെ യാത്ര ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, അവരുടെ യാത്രയ്ക്ക് ഇത്ര ദൂരെ പോകാൻ പാടുള്ളൂ എന്നുള്ളത് ശബത്തിന്. പിന്നെ അത് തന്നെയല്ല, അവരെ നഗരവാതിലുകളൊക്കെ അടച്ചിടുന്ന സമയമാണ്. അപ്പൊ അതിനെയൊക്കെ ലംഘിച്ച് നിങ്ങൾ പോകണമെന്നല്ല യേശു അവിടെ പറയുന്നു. അതെല്ലാം അനുസരിച്ച് തന്നെ നിങ്ങൾ നിൽക്കണം. പക്ഷെ അത് ശബത്തിൽ, അപ്പൊ നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ദുർഘടമായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഓടിപ്പോക്ക് ആ ദിവസത്തിലല്ലാതിരിക്കാൻ. അപ്പൊ യേശുവിന്റെ ജീവിതം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ചാണ് യേശുനാഥൻ ജീവിച്ചിരുന്നത്. പക്ഷെ പല ക്രിസ്ത്യാനികൾക്കും ന്യായപ്രമാണം മാറിപ്പോയി
എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നുണ്ട്. കാരണം പൗലോസിന്റെ പല എഴുത്തുകളിലും നമുക്ക് പൗലോസ് ന്യായപ്രമാണം എന്ന് ചില സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ആ തോറ എന്ന് പറയുന്ന 5 പുസ്തകങ്ങളെ ഉദ്ദേശിച്ച് ന്യായപ്രമാണം എന്ന് പറയാറുണ്ട്. 10 കൽപ്പനകളെ മാത്രം ന്യായപ്രമാണം എന്ന് പറയാറുണ്ട്. 10 കൽപ്പനകളല്ലാതെ അവരുടെ കൂടാര ശുശ്രൂഷകൾ, ദൈവാലയ ശുശ്രൂഷകളുടെ നിയമങ്ങളെ, പിന്നെ അതുപോലെ അവരുടെ ആരോഗ്യകരമായ നിയമങ്ങള്, അവരുടെ സിവിൽ ലോസ്, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി 613 കൽപ്പനകൾ ഇവർക്കുണ്ടായിരുന്നു. അതെല്ലാം മാറിപ്പോയിട്ടില്ലെന്നല്ല പറയുന്നത്. ആചാരപരമായ കൽപ്പന, സെറിമോണിയൽ ലോസ് ഒക്കെയാണ് യേശുവിന്റെ വരവിന് ശേഷം. കാരണം യേശുവിന്റെ വരവാണ് റിയൽ ലൈറ്റ്. യേശുവായിരുന്നു. ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ നിഴലായതെല്ലാം പിന്നെ മാറിപ്പോകും. യേശുവിന്റെ രക്ഷാപദ്ധതിയുടെ നിഴലായിട്ട് യഹൂദന്മാർ അനുസരിച്ചിരുന്ന എല്ലാ നിയമങ്ങളാണ് മാറിപ്പോയത്. അതില് ശബദുകൾ ഉണ്ടായിരുന്നു, ഉത്സവത്തോട് അനുബന്ധിച്ച്. കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ അവരുടെ 7 ഉത്സവങ്ങളിലും അവർക്ക് ശബദുകൾ ഉണ്ടായിരുന്നു, സാബത്ത് ഡേയ്സ്. അത് 7-ാം ദിന ശബദ് അല്ലാത്ത ചില ദിവസങ്ങൾ അവർ ശബദായിട്ട് അനുസരിക്കുമായിരുന്നു. അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അല്ലാതെ ന്യായപ്രമാണം മാറിപ്പോയെന്ന് പല പെന്തക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് ആ വിശ്വാസികളെ പഠിപ്പിച്ചിരുന്നു. വിശ്വാസികളായവര് അത് ശരിക്കും മനസ്സിലാക്കണം. എന്താണ് പൗലോസപ്പോസിന് ന്യായപ്രമാണത്തിനോട് ഇത്രയും വെറുപ്പാകാൻ കാരണം എന്താണ് മാറിപ്പോയത്? ന്യായപ്രമാണം മുഴുവൻ മാറിപ്പോയോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ റോമരുടെ ലേഖനം 3:20 പറയുന്നു. 3:20, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പോ ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 10 കൽപ്പനയെ കുറിച്ചാണ് പറയുന്നത്. കാരണം ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ പാപം എന്താണെന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം അതാണ്. പക്ഷെ അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കാരണം യഹൂദന്മാരെ വിചാരിച്ചിരുന്നത്, ഞങ്ങൾ ഈ ന്യായപ്രമാണം എല്ലാം അനുസരിച്ചാൽ ഞങ്ങൾ ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരെല്ലാം ആയിത്തീരും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് നീതീകരണം വിശുദ്ധീകരണം എല്ലാം ഉണ്ടാകും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അതെല്ലാം യേശുവിന് മാത്രം തരാൻ പറ്റുന്ന കാര്യം, നീതീകരണവും വിശുദ്ധീകരണം. അതാണ് അതിന്റെ അടുത്ത വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന എല്ലാവരെയും ദൈവം നീതീകരിക്കപ്പെട്ടവരായിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള അവരുടെ വിശുദ്ധ ജീവിതത്തിന് ന്യായപ്രമാണം അനുസരിച്ചേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൽപ്പന മറുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് മറുത്ത് ചെയ്യുന്നവര് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാവുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയില്ല എന്ന് പൗലോസ് തന്നെ പറയാണ്. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് നമ്മളെല്ലാവരും ജഡീകരല്ലാത്ത ആത്മീയവരായവരെല്ലാവരും അതിന് കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് പറയുന്നത്. എല്ലാം അനുസരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പ്രവൃത്തികളിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് രക്ഷയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. നമ്മള് എന്തുകൊണ്ടാണ് ഈ ന്യായപ്രമാണം ദൈവം കൊടുക്കാനുള്ള കാരണമെന്ന് റോമരുടെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും 5:12 പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അവിടെ പറയുന്നു. പക്ഷെ 17-ാം വാക്യത്തിൽ ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോ അവരെല്ലാരും വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല ഇത്, ആദാമിന്റെ കുഴപ്പം. ഏകന്റെ
ലംഘനത്താലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് ഭൂമിയിൽ. അത് തന്നെയല്ല ഞങ്ങൾക്കും കുഴപ്പം വന്നത് ഈ ഏകന്റെ ലംഘനത്താലാണ്. അപ്പൊ നമ്മളല്ല പ്രശ്നക്കാര് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് പൗലോസ് ഇത് എഴുതുന്നത്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നു. ദൈവം ന്യായപ്രമാണം അവർക്ക് കൊടുത്തെന്തിനാ? ലംഘനം പെരുകേണ്ടതിന് എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ്. അവർ വിചാരിച്ചിരുന്ന ആദാമിന്റെ പാപം മൂലം ഞങ്ങൾ ഇങ്ങനെ ആയിത്തീർന്നു എന്നാണ്. അപ്പൊ ദൈവം അത് കാണിക്കുക, ലംഘനം നിങ്ങളിലും ഓരോരുത്തരും നിങ്ങൾ എന്തൊക്കെ പാപം ചെയ്യുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ദൈവം അത് കൊടുത്തത്. അതാണ് ന്യായപ്രമാണം ആ സമയത്ത് ഒരു മിസ്രൈമിൽ നിന്ന് വരുന്ന സമയത്ത് ദൈവം കൊടുത്തത്. ലംഘനം പെരുകേണ്ടതിന്. അപ്പൊ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ പാപികളാണെന്ന് അവർ തിരിച്ചറിയണം. അതെന്തിനാ? അവർക്ക് കുറ്റബോധത്തിൽ ജീവിക്കാനായിട്ടല്ല. അതിന്റെ റോമർ 5:20 ഇങ്ങനെ പറയുന്നു, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. എത്ര കൂടുതൽ പാപം ചെയ്തു അത്ര അധികം ഞാൻ നിങ്ങളോട് ക്ഷമിക്കാനും കരുണ കാണിക്കാനും തയ്യാറായ ദൈവമാണെന്ന് കാണിക്കാനായിട്ടാണ് യേശുക്രിസ്തു അവരുടെ കുറ്റങ്ങൾ അവർക്ക് കാണിച്ചു. അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ അവരത് എന്നോട് ഏറ്റുപറയും, അവരെന്നോട് കൂടുതൽ അടുക്കും. അപ്പൊ ഞാൻ അവർക്ക് കൃപ കാണിക്കും. കൃപ അത്യന്തം പെരുകി. ലംഘനം പെരുകിയെടുത്ത് കൃപയും അത്യന്തം പെരുകി. അപ്പോ ലംഘനം നമ്മളെ കാണിച്ചു തരുന്നത് നമ്മൾ നിരാശപ്പെട്ട് കുറ്റബോധമുള്ളവരാകാനല്ല, ദൈവത്തോട് കൂടുതൽ അടുക്കണം. കാരണം എല്ലാത്തിനും അവന്റെ കയ്യിൽ വിമോചനം ഉണ്ടെന്നാണ് പറയുന്നത്. അവനെ അങ്ങയെ ഭയപ്പെടുവാൻ തക്കവണ്ണം അങ്ങയിൽ വിമോചനമുണ്ട് എന്ന് സങ്കീർത്തനം 130 പറയുന്നു. എല്ലാത്തിന്റെയും പാപത്തിന്റെ മോചനം ദൈവത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ദൈവത്തിന്റെ കൃപാസനത്തിന്റെ സന്നിധിയിലേക്ക് പോകും. ആ കൃപാസനത്തിൽ നമുക്ക് കൃപ ലഭിച്ച് നമ്മളെല്ലാ പാപത്തിലും ദൈവം വിടുവിക്കും. റോമർ 7:7 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നാം എന്തു പറയേണ്ടത്? ന്യായപ്രമാണം പാപം എന്നോ ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്തല്ല, അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. പാപം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ദൈവം ഈ കൽപ്പനകൾ തന്നത്. ന്യായപ്രമാണം മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ല. അപ്പൊ ശബദങ്ങളെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറഞ്ഞ കൽപ്പനയിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അയ്യോ ഞാൻ ശബദനാൾ 7-ാം ദിവസം, കാരണം അതിന്റെ ബാക്കി എഴുതിയിട്ടുണ്ട് 6 ദിവസം അധ്വാനിച്ച് വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം പ്രത്യേകിച്ച് 10 കൽപ്പനയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നണം, അയ്യോ ഞാനിത് ലംഘിക്കുകയാണല്ലോ എന്ന്. പാപം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കൽപ്പനകളെല്ലാം ന്യായപ്രമാണം നമുക്ക് തന്നത്. പ്രശ്നം ഇരിക്കുന്നത് ഈ ന്യായപ്രമാണത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3 ഇങ്ങനെ പറയുന്നു, 3:10, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൽ വീഴും. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൽ വീഴും എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ആശ്രയിക്കുന്നത്? രക്ഷയ്ക്ക് വേണ്ടി. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഈ പ്രവൃത്തികൾ മതി, ഇത് ചെയ്താൽ ഞാൻ രക്ഷ പ്രാപിക്കും, ഇത് ചെയ്താൽ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങനെ ആ പ്രവൃത്തിയിൽ ആശ്രയിച്ച് കഴിയുന്നവര് ശാപത്തിന് കീഴും. കൽപ്പന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്തകൾ ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതായിരുന്നു യേശുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ യേശുവിന് പിതാവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കാൻ അതായിരുന്നു യേശുവിന്റെ ജീവിത ചര്യ മുഴുവൻ. എന്റെ ദൈവത്തിന്റെ ഹിതം ചെയ്ത് ജീവിക്കാന്ന്. അതായിരിക്കും നമ്മുടെ ചിന്തകളും അങ്ങനെ ആയിത്തീരും. അതല്ലാത്തത് കൊണ്ടാണ് പരീശനായ നിക്കോദെമസിനോടും യേശു പറഞ്ഞത്. അവൻ എല്ലാ കൽപ്പന അനുസരിക്കുന്ന ആളാണ് നിക്കോദെമസ്. നല്ലൊരു മാന്യന, മറ്റു പരീശന്മാരിലേക്കാൾ വ്യത്യസ്തനായ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു നിക്കോദെമസ്. യേശുവിനെ സ്നേഹിക്കുന്ന ആളായിരുന്നു. ആ നിക്കോദെമസിനോടാണ് യേശു പറഞ്ഞത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും സ്വർഗരാജ്യം കാണുകയില്ല. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിൽ, പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കും, നമ്മുടെ ശരീരത്തിൽ വരണം. 2 കൊരിന്ത്യർ 4 നമ്മൾ അതാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർ 4
യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ, 2 Corinthians 4:10, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കും. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും നമ്മുടെ ചില പ്രതികരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവത്തെ മരണത്തിന് ഏൽപ്പിക്കുക. അത് വേണ്ട, എനിക്കത് വേണ്ട, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് യേശുവിന് വേണ്ടി അതെല്ലാം മരിപ്പിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടും, നമ്മുടെ ശരീരത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പുതുജനനം എന്ന് പറയുന്നത്. ഒരു പുതിയ ജീവൻ നമ്മിലേക്ക് വരികയാണ്. നമ്മുടെ ജീവന് പകരം, ജീവനുപരിയായിട്ടുള്ള ഒരു ജീവൻ നമ്മളിലേക്ക് വരുന്നതാണ് പുതുജീവൻ എന്ന് പറയുന്നത്. അപ്പൊ പുതുജീവൻ പ്രാപിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയുള്ളൂ. അതിലൊരിക്കലും ന്യായപ്രമാണത്തെ പൗലോസും മാറ്റിക്കളഞ്ഞിട്ടില്ല, യേശുവും മാറ്റിക്കളഞ്ഞിട്ടില്ല, ആരും മാറ്റിക്കളഞ്ഞിട്ടില്ല. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച പുതിയ നിയമത്തിൽ 3 സന്ദർഭങ്ങളിൽ യേശു ശബദിനെ കുറിച്ച് പറഞ്ഞിരിക്കും. ഒന്ന്, ശബദ് എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ ഉപദേശിച്ചത്. പിന്നെ രണ്ടാമത് യേശുവിന്റെ ജീവിതചര്യ കാണിച്ചു. പതിവ് പോലെ ശബദിൽ പള്ളിയിൽ പോയി വായിക്കാൻ എഴുന്നേറ്റു. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന യേശുവിന്റെ ദിനചര്യകളും അനുസരിക്കേണ്ടതല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാം. അതുപോലെ ശബദിൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശബദിലാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അപ്പോൾ ശബദിനുള്ള എല്ലാ കൽപ്പനകളും അനുസരിച്ച് നിങ്ങളും കീഴടങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞത്. അതിനെ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ ഓടിപ്പോക്കൊന്നും വേണ്ട. ദൈവം അത് ലംഘിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ, ആ ദിവസത്തെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാരണം യേശു എപ്പോഴും തന്റെ പിതാവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പിതാവിന്റെ സ്നേഹത്തിൽ ഇരുന്നത് പോലെ നമ്മളും യേശുവിനോട് ചേർന്ന് യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ 1-ാം ദിവസത്തെ കുറിച്ച്, 1-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചുവോ, വിശുദ്ധ ദിവസമായിട്ട് ദൈവം നൽകിയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നല്ലൊരു അവസരം അടിയങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ നിന്നും കൂടുതൽ പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ നാഥ. അത് ഞങ്ങളുടെ നിത്യജീവന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാ ഹൃദയങ്ങളോടും അവിടെ ഇടപെട്ട് അവരുടെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകുവാൻ ദൈവം സഹായിക്കണം. എല്ലാം യേശുവിന്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.